ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ വാഹന നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക്. റെയർ എർത്ത് മാഗ്നറ്റ് കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ചൈന. ഇന്ത്യയിലെ വാഹന നിർമ്മാണ മേഖലയ്ക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച് റെയർ എർത്ത് മാഗ്നറ്റ് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തി ചൈന. ഇതോടെ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ കാർ ഉൽപ്പാദനം പൂർണ്ണമായും നിലയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് കമ്പനി എക്സിക്യൂട്ടീവുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇലക്ട്രിക് വാഹന മോട്ടോറുകളിൽ മാത്രമല്ല, പവർ വിൻഡോകൾ, ഓഡിയോ സിസ്റ്റങ്ങൾ തുടങ്ങിയവയിലും ഉപയോഗിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് ഈ കാന്തങ്ങൾ. ചൈനയുടെ നിയന്ത്രണങ്ങൾ മൂലം ഉൽപ്പാദനം നിർത്തിവെക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യവസായ മേഖലയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഓട്ടോ പാർട്സ് നിർമ്മാതാക്കളുടെ കൈവശമുള്ള അപൂർവ എർത്ത് മാഗ്നറ്റുകളുടെ ഇൻവെന്ററി മെയ് അവസാനത്തോടെ തീർന്നുപോകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ വിപണിയിൽ വരാനിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ ബെയ്ജിങ്ങിനെ സ്വാധീനിക്കാൻ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാഗ്നറ്റുകളുടെ ആഗോള പ്രോസസിംഗ് ശേഷിയുടെ 90% ചൈനയാണ് നിയന്ത്രിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾക്കുള്ള പ്രതികരണമായി ഏപ്രിൽ ബെയ്ജിംഗ് കയറ്റുമതി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. കമ്പനികൾ ചൈനീസ് അധികാരികളിൽ നിന്ന് ഇറക്കുമതി പെർമിറ്റുകൾ നേടണമെന്ന് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുൻനിര കമ്പനികളിൽ വൻ ഡാറ്റ ചോർച്ച. 184 ദശലക്ഷത്തിലധികം പാസ്വേഡുകൾ ചോർന്നു. ഇരയായവരിൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആപ്പിൾ യൂസർമാരും. മുൻനിര കമ്പനികളുടെ പ്ലാറ്റ്ഫോമുകളിൽ വൻ വിവരച്ചോർച്ച. 18.4 കോടി പാസ്വേഡുകളാണ് ചോർന്നത്. സൈബർ സുരക്ഷാ ഗവേഷകനായ ജെർമിയ ഫൗളറാണ് ഈ വിവരച്ചോർച്ച ആദ്യം കണ്ടെത്തിയത്. കോടിക്കണക്കിന് ഇമെയിലുകൾ, പാസ്വേഡുകൾ ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് ഉൾപ്പെടെയുള്ള ആപ്പുകളുടെയും വെബ്സൈറ്റുകളുടെയും ഓതറൈസേഷൻ ഇമെയിലുകൾ എന്നിവ ചോർന്നു. ബാങ്കുകളുടെയും മറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടുകളുടെയും സർക്കാർ പോർട്ടലുകളിലെയും ഹെൽത്ത് പ്ലാറ്റ്ഫോമുകളിലെയും ലോഗിൻ വിവരങ്ങളും ചോർന്നവയിലുണ്ട്. ഏതെങ്കിലും മാൽവെയർ ഉപയോഗിച്ചാകാം ഈ വിവരങ്ങൾ ചോർത്തിയതെന്ന് ഫൗളർ പറയുന്നു. വിവിധങ്ങളായ സൈബർ തട്ടിപ്പുകൾക്കും ഈ ഡാറ്റാബേസ് ഉപയോഗപ്പെടുത്താനാകും. പാസ്വേഡുകളും ലോഗിൻ വിവരങ്ങളും ഉപയോഗിച്ച് അക്കൗണ്ടുകളിൽ കയറാനും വിവരങ്ങൾ ചോർത്താനും സാധിക്കും. കോണ്ടാക്ട് വിവരങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളെ ബന്ധപ്പെട്ട് സ്നാപ്പ് സന്ദേശങ്ങൾ അയക്കാനും മാൽവെയർ പ്രചാരണത്തിനും മറ്റും ഉപയോഗിക്കാനാകും. ഓൺലൈനിൽ സുരക്ഷിതമായിരിക്കാൻ പഴുതുകളില്ലാത്ത പരിഹാരമാർഗങ്ങളൊന്നും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അക്കൗണ്ടുകൾക്ക് ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതും അവ നിശ്ചിത ഇടവേളകളിൽ മാറ്റുന്നതും മികച്ചൊരു മുൻകരുതലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ലോകകപ്പിന് സുരക്ഷയൊരുക്കാൻ ടെസ്ലയുടെ സൈബർ ട്രക്ക്. പെട്രോളിംഗിനായാണ് പ്രത്യേകം സജ്ജീകരിച്ച സൈബർ ട്രക്കുകൾ മെക്സിക്കോ പോലീസ് ഉപയോഗിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിന് സഹ ആതിഥേയത്വം വഹിക്കാൻ തയ്യാറെടുക്കുകയാണ് മെക്സിക്കോ. ഈ സാഹചര്യത്തിൽ പോലീസ് സംഘത്തിൽ ടെസ്ല സൈബർ ട്രക്കുകൾ ചേർത്തുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മെക്സിക്കോയിലെ ജാലിസ്കൻ സംസ്ഥാനത്തെ പോലീസ്. ഈ ഇലക്ട്രിക് വാഹനങ്ങൾ പരിപാടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും. ടൂർണമെന്റിനിടെ തിരക്കേറിയ വിനോദസഞ്ചാര മേഖലകളിൽ പട്രോളിംഗിനായി പ്രത്യേകം സജ്ജീകരിച്ച 3 സൈബർ ട്രക്കുകളാണ് പോലീസ് അവതരിപ്പിച്ചത്. സൈബർ ട്രക്ക് മാറ്റ് ബ്ലാക്ക് റാപ്പിൽ പൊതിഞ്ഞ സാധാരണ പോലീസ് മാർക്കിങ്ങുകൾ നൽകിയിട്ടുണ്ട്. മുന്നിലെയും പിന്നിലെയും ബമ്പറുകളിലും വശങ്ങളിലും ചുവപ്പും നീലയും ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കൽ പോലീസ് ഇന്റീരിയർ ഫോട്ടോകളൊന്നും പങ്കിട്ടിട്ടില്ലെങ്കിലും പട്രോളിംഗിനും നിയമം നടപ്പിലാക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങളും വാഹനത്തിലുണ്ട്. സുരക്ഷാ സേനയ്ക്കായി 678 വാഹനങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ 3 പരിഷ്കരിച്ച ടെസ്ല സൈബർ ട്രക്കുകളും ഉൾപ്പെടുന്നു. ലോകകപ്പിന് മുന്നോടിയായി സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള മേയർ പാബ്ലോ ലെമസ് നവാരോയുടെ തീരുമാനമാണ് ടെസ്ലയും സുരക്ഷാ വാഹനങ്ങളിൽ ഉൾപ്പെടുത്താൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ അപ്ഡേറ്റുകളുമായി വാട്സ്ആപ്പ്. ഇൻസ്റ്റഗ്രാം പോലെ ഇനി വാട്സ്ആപ്പിലും സ്റ്റാറ്റസുകൾ ഇടാം. സ്റ്റാറ്റസിൽ അടിപൊളി മാറ്റവുമായി വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റ്. ഇൻസ്റ്റഗ്രാമിന് സമാനമായി വാട്സാപ്പിൽ ഇനി കൂടുതൽ മികച്ച രീതിയിൽ സ്റ്റാറ്റസുകൾ പങ്കുവയ്ക്കാം. മ്യൂസിക്കിനൊപ്പം സ്റ്റാറ്റസ് ലേഔട്ട്, സ്റ്റിക്കറുകൾ, ആഡ് യുവേഴ്സ് ഓപ്ഷൻ തുടങ്ങി നിരവധി മാറ്റങ്ങൾ വാട്സാപ്പ് അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാറ്റസിൽ ലേഔട്ട് ടൂളിൽ പുതിയ കൊളാഷ് ഓപ്ഷൻ പുതിയ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ 6 ചിത്രങ്ങൾ വരെ സ്റ്റാറ്റസിൽ കൊളാഷായി ചേർക്കാൻ പറ്റും. ലേഔട്ട് ടൂളുകൾ വേരിയബിൾ ഫോർമാറ്റുകളിലാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ സ്റ്റാറ്റസുകളിൽ മ്യൂസിക് ചേർക്കാനുള്ള അപ്ഡേറ്റ് വാട്സ്ആപ്പ് നൽകിയിരുന്നു. പുതിയ അപ്ഡേറ്റിൽ ഇഷ്ടമുള്ള ഗാനങ്ങൾ സ്റ്റിക്കറുകളായും സ്റ്റാറ്റസിൽ ചേർക്കാൻ പറ്റും. ഇതിനു പുറമെ സ്പോട്ടിഫൈയിൽ നിന്ന് നേരിട്ട് ഗാനങ്ങൾ ചേർക്കാനുള്ള ഓപ്ഷനും
പുതിയ അപ്ഡേറ്റിൽ വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വാട്സാപ്പ് ഫോട്ടോ സ്റ്റിക്കറുകളും പുതിയ അപ്ഡേറ്റിലുണ്ട്. ഇതിലൂടെ ഒരു ഫോട്ടോയെ സ്റ്റിക്കറാക്കി മാറ്റാനും അത് സ്റ്റാറ്റസിലേക്ക് ചേർക്കാനും സാധിക്കും. കമ്പോസറിൽ സ്റ്റിക്കറിന്റെ വലിപ്പം എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനു പുറമെ വാട്സാപ്പ് സ്റ്റാറ്റസിനായി ആഡ് യുവേഴ്സ് സ്റ്റിക്കറിന്റെ പതിപ്പും പുതിയ അപ്ഡേറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിംഗ് സാങ്കേതികവിദ്യ ഇനി പുതിയ ഉയരങ്ങളിലേക്ക്. ടെസ്ലയുടെ മോഡൽ Y ഡ്രൈവറില്ലാ കാർ ജൂണിലെത്തുമെന്ന് സ്ഥിരീകരിച്ച് മസ്ക്. ടെസ്ലയുടെ മോഡൽ Y ഡ്രൈവറില്ലാ കാറിന്റെ വിൽപ്പന ജൂണിൽ നടത്തുമെന്ന് സ്ഥിരീകരിച്ച് കമ്പനി മേധാവി ഇലോൺ മസ്ക്. നിലവിൽ ഓസ്റ്റിൻ, ടെക്സാസ് എന്നിവിടങ്ങളിൽ കാർ പരീക്ഷണത്തിലാണെന്നും മസ്ക് അറിയിച്ചു. 10-20 മോഡൽ Y വാഹനങ്ങളുമായി വിൽപ്പന ആരംഭിക്കുമെന്നും ജൂൺ അവസാനത്തോടെ റോബോ ടാക്സികളുടെ പരീക്ഷണം ആരംഭിക്കുമെന്നും മസ്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും കാറുകൾ പുറത്തിറക്കുന്ന കൃത്യമായൊരു തീയതി മസ്ക് വെളിപ്പെടുത്തിയിട്ടില്ല. ടെസ്ലയുടെ റോബോ ടാക്സി സേവനം ജൂൺ 12-ന് ഓസ്റ്റിനിലാണ് ആരംഭിക്കുന്നത്. ചൈനയിൽ നിന്നുൾപ്പെടെയുള്ള ശക്തമായ മത്സരമാണ് ടെസ്ല നേരിടുന്നത്. ട്രംപിനൊപ്പമുള്ള ഇലോൺ മസ്കിന്റെ വലതുപക്ഷ രാഷ്ട്രീയവും കമ്പനിക്ക് തിരിച്ചടിയാവുന്നുണ്ടെന്ന വിലയിരുത്തലുണ്ട്. അതേസമയം ഇലോൺ മസ്ക് വൈറ്റ് ഹൌസിലെ ഉപദേശക സ്ഥാനത്തുനിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.